എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കാക്കനക്കുട്ട യാത്രയിലേക്കാണ്. കാഴ്ചകൾ കാണും. കടുവയും മാനക്കുട്ടവും മാനും മയിലും മലയണ്ണാനും പക്ഷികളും ലെങ്കൂറും എല്ലാം വിരുന്നൊരുക്കിയ കാക്കനക്കുട്ട യാത്ര ഉച്ച കഴിഞ്ഞുള്ള സമയമായിരുന്നു. ടിക്കറ്റ് എടുത്ത് സീറ്റ് നമ്പറും കിട്ടിയാലും താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നേരത്തെ തന്നെ ഇറങ്ങും. ഇതൊരു പതിവാണ്. HD കോട്ടയിലെ റോയലിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററിന് മുകളിലുണ്ട് സഫാരി പോയിന്റിലെത്തുവാൻ. കാരണം ഇതൊന്നുമല്ല, കവരി സഫാരി പോയിന്റിലെത്തുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. കാട് യാത്രകളിൽ പങ്കാളികളാകാനെത്തുന്ന പുതിയ സുഹൃത്തുക്കളും പഴയ പരിചയക്കാരും നമ്മുടെ വണ്ടികളുടെ സാരഥികളുമെല്ലാം ഇവിടെ ഉണ്ടാകും. പരിചയം പുതുക്കുകയും സൈറ്റിങ്ങുകളെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും സ്നേഹം പങ്കുവയ്ക്കുകയും എല്ലാം നമുക്കിവിടെ ചെയ്യാം. കാഴ്ചയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. വിരളമായി കിട്ടുന്ന വലിയ കാട് കാഴ്ചകൾ മുഴുവനായി കാണുവാനും മറക്കരുത്. വരണ്ടുണങ്ങി ഈ കാട്ടിൽ ഇത്ര വലിയ കാഴ്ചയോ എന്ന് ചിന്തിച്ചു പോകുന്ന മുഹൂർത്തങ്ങൾ, അതാണ് ഈ കാട്. കാടിനുള്ളിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ മുന്നിൽ കൂടെ കാട്ടാനകൾ ഓടി മാറുന്നു. 4 ആനകളുണ്ട്. അതിൽ 3 എണ്ണമാണ് മുന്നിൽ കൂടെ പാഞ്ഞു പോണത്. കൂട്ടത്തിലെ തലവത്തി കുറച്ച് പുറകിലാണ്. അവൾ സാവധാനം ഞങ്ങളെ തലപൊക്കിയൊന്ന് നോക്കി പതിയെ അവിടെ നിൽക്കുകയാണ്. ഈ സമയം മുന്നിൽ കൂടിയുള്ളവ പാഞ്ഞു കാട് കയറാൻ ശ്രമിക്കുകയാണ്. പുറകിൽ പോയ 2 പിടിയാനുകൾ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി അലറി ചിഹ്നം വിളിച്ചു. എന്നിട്ട് പുറകോട്ട് പതിയെ ഒന്ന് ശ്രദ്ധിച്ചു. പതിയെ കാട് കയറി. ഈ സമയം പുറകെ വന്ന കൂട്ടത്തിൻ്റെ തലവത്തിക്ക് നേരെയായി ഏവരുടെയും ശ്രദ്ധ. അവൾ സാവധാനം നടന്ന് നമുക്ക് മുന്നിലുള്ള വഴിയിലേക്ക് വരികയാണ്. കാട് കാഴ്ചയുടെ മനോഹര നിമിഷമാണ്. വന്യമൃഗങ്ങൾ മുന്നിൽ കൂടെ ക്രോസ് ചെയ്യുന്ന ഉഗ്രം കാഴ്ച. അതാണ് മുന്നിൽ നടക്കുവാൻ പോകുന്നത്. ആനയും കടുവയും എല്ലാം മുന്നിൽ വരുന്നതും നമുക്ക് മുന്നിൽ കൂടെ കടന്നു പോകുന്നതും ഒക്കെ ക്യാമറ കയ്യിലുള്ളവൻ്റെ സ്വപ്നം തന്നെയാണ്. അതാണ് മുന്നിൽ നടക്കുന്നത്. നമുക്ക് മുന്നിൽ കൂടെ പതിയെ അവൾ നടന്ന് വഴി കിടക്കുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് വണ്ടിക്ക് നേരെ ഒന്ന് നോക്കി. പിന്നെ മുന്നിലുള്ളവയെ ശ്രദ്ധിച്ച് ചെവി വട്ടം പിടിച്ച് മുന്നോട്ട് പതിയെ നടന്ന് കാട് കയറി. അവൾ നടന്നകലുന്നതുവരെ മരങ്ങൾക്കിടയിലൂടെ അവളെ ഞങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. റസൽ ലൈനിൽ കൂടിയായിരുന്നു നമ്മുടെ യാത്രകൾ. ഈ വഴികൾ ഇന്നും നമുക്ക് അനവധി കാഴ്ചകൾ സമ്മാനിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലും കടുവ കാഴ്ചകൾ തന്നെയായിരുന്നു. ഈ കാര്യം അടുത്തിരുന്ന സുഹൃത്തിനോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. മുന്നോട്ട് വണ്ടി നീങ്ങുമ്പോൾ പുറകിൽ നിന്ന് പെട്ടെന്നൊരു വിളി, ടൈഗർ.
വണ്ടി കുറച്ച് വേഗത്തിലായിരുന്നില്ല. പെട്ടെന്നുള്ള അവളിയിൽ വണ്ടി നിരങ്ങി നിന്നു. ബോബി ചോദിച്ചു, എവിടാണ്? കുറച്ച് പുറകിൽ നിന്ന് മറുപടിയിൽ ലഭിച്ചു. വണ്ടി പുറകോട്ട് പതിയെ എടുത്തു. നമ്മൾ ചെല്ലുമ്പോൾ മുന്നിലായി ആ വലിയ കാഴ്ച. വെള്ളം തടഞ്ഞു നിർത്തുവാൻ കിട്ടിയ കാടിനുള്ളിൽ ഒരു തടയണയുടെ ചുവട്ടിൽ തണുപ്പ് പറ്റി കിടക്കുകയാണ് അവൾ. തൊട്ടടുത്ത് എവിടെയോ അലാം കോളുകൾ മുഴങ്ങുന്നുണ്ട്. അവളെ കണ്ടതും ചുറ്റും ഞാൻ വീണ്ടും കണ്ണു. തൊട്ടടുത്ത് എവിടെയോ വീണ്ടും അലാം കോളുകൾ മുഴങ്ങിക്കേൾക്കുന്നു. അതിൻ്റെ തൊട്ടടുത്തായി ഒരു മ്ലാവ് നിൽപ്പുണ്ട്. അവൾ തലപൊക്കി മണം പിടിക്കുന്നുണ്ട്. തൊട്ടടുത്ത് കടുവയുടെ സാന്നിധ്യം അവൾ തിരിച്ചറിഞ്ഞോ ഇല്ലയോ എന്നറിയില്ല. സാവധാനമാണ് അവളുടെ നടപ്പ്. മുന്നിലുള്ളത് അവൾ തന്നെയാണ്, എൻ്റെ ഭാഗ്യജീവി. കുഞ്ഞുങ്ങളെ സ്വതന്ത്രമായി വിട്ട് തനിയെ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സ്വന്തം മഗ്ഗ ഫീമെയിൽ. വല്ലപ്പോഴും മാത്രമാണ് ഇവൾ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ പോവുകയുള്ളൂ. അതിന് കാരണവും ഈ കാഴ്ചയിൽ നമ്മൾ കണ്ടെത്തി. തലയെടുത്ത് വിരിഞ്ഞു കിടക്കുന്ന അവളെ സൂക്ഷിച്ചു നോക്കി. അവൾ ഗർഭിണിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവളെ ഗർഭിണിയായി കണ്ടപ്പോൾ ആ കാര്യം പറഞ്ഞത് സാരഥി നരസിംഹനായിരുന്നേൽ ഇത്തവണ ഭോഗിയായി എന്ന് മാത്രം. കാഴ്ച പകർത്തിക്കൊണ്ട് തന്നെ ഭോഗിയോട് ഞാൻ പറഞ്ഞു, ഭോഗി, അവളുടെ വയറ്റിൽ കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് വരെ ആരോടും പറയാത്തൊരു നിഗമനമാണ്. നിങ്ങളോടത് പങ്കുവയ്ക്കട്ടെ. അവളുടെ വയറ്റിൽ 3 കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനാണ് സാധ്യത. മുൻപ് പറഞ്ഞത് തെറ്റിയിട്ടില്ല. ഇത്തവണയും തെറ്റാതിരിക്കട്ടെ. കഴിഞ്ഞ തവണ കുഞ്ഞുങ്ങളെ വയറ്റിലിട്ട് നമ്മുടെ മുന്നിൽ അവൾ വന്നപ്പോൾ അന്ന് അവൾ നടത്തിയ ആ വലിയ ഷോ ഇന്നും കണ്ണിൽ നിന്നും മായാതെ നിൽക്കുന്നു. ഇത്തവണയും മക്കളെ ഉള്ളിലിട്ടാണ് അവൾ നമ്മുടെ മുമ്പിൽ ആ കിടപ്പ് കിടക്കുന്നത്. മുന്നിലെ ചെറുമരം തടസ്സമാകുന്നുണ്ട്. എങ്കിലും പറ്റുമ്പോൾ എല്ലാം അവളെ നമ്മൾ പകർത്തി. തൊട്ടടുത്ത് മ്ലാവിൻ്റെ കാഴ്ചയും അവളുടെ കാഴ്ചയും മാറി മാറി പകർത്തുമ്പോൾ അവളുടെ തലയെടുപ്പും ശരീരവും എല്ലാം നമ്മൾ കാണുന്നത് ക്യാമറയിൽ കൂടിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചകൾ എത്തിക്കുവാൻ നമ്മുടെ 3-ാം കണ്ണിൽ കൂടെ ക്യാമറയിൽ കൂടെ കാഴ്ചകൾ പകർത്തുമ്പോൾ പലപ്പോഴും അവളെ ശരിക്കും ആസ്വദിക്കുന്നത് എഡിറ്റിംഗ് സമയത്തെ വലിയ സ്ക്രീനിലിട്ടാണെന്ന് സത്യവും പറയാതെ വയ്യ. തൊട്ടു മുമ്പിലുള്ള ഈ വലിയ കാഴ്ചകൾ ക്യാമറയുമായി കാട് കയറാൻ തുടങ്ങിയ കാലം മുതൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ആ കാഴ്ചയെ മുഴുവനായി കാണാതെ പോകരുതെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. കാരണം ഈ കാഴ്ചയ്ക്ക് മുന്നിൽ ഒരുപാട് കഷ്ടപ്പാടും അധ്വാനവുമുണ്ട്. കടുവകളെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ പോയി പകർത്തുക വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഈ ഭാഗ്യം, അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. സമയക്കുറവുള്ളതിൽ കാഴ്ചകൾ പൂർണ്ണമായി കാണിക്കുവാൻ തരമില്ല. കാഴ്ചയിൽ നിന്ന് വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. ആ കാഴ്ചയിലേക്ക് ചെറിയ തരികൾ ഭക്ഷിക്കുന്ന കുഞ്ഞു കുരുവികളാണ് പിന്നീട് വന്നത്. ആ കാഴ്ചയും മറത്തി മുന്നോട്ട് വണ്ടി ചെല്ലുമ്പോൾ മലയണ്ണാനും കാഴ്ചയായി. മരത്തിൽ നിന്ന് മറ്റു മരത്തിലേക്ക് ചാടിയത് അകലുമ്പോൾ അടുത്ത കാഴ്ചയിലേക്ക് നമ്മൾ എത്തിയിരുന്നു.
മുന്നിൽ ആൺമയിൽ. അതിനെ കുറച്ച് സമയം പകർത്തി വീണ്ടും എത്തിയത് ലങ്കൂറുകൾക്കരികിലേക്കാണ്. മഞ്ഞ വെളിച്ചം അവയുടെ രോമങ്ങൾക്കിടയിൽ കൂടി വീഴുമ്പോൾ ആ കാഴ്ച ആസ്വദിച്ചതിൻ്റെ പകർത്തി. കൂട്ടത്തിലുള്ള പല ലങ്കൂറുകളും തൊട്ടടുത്ത മരങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. അവിടെ നിന്ന് വണ്ടി ഓടിയെത്തിയത് കാടിനുള്ളിലെ ഐവിയിലേക്കാണ്. അവിടെ ഒരു വലിയ പടയൊരുക്കം നടക്കും. കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ പ്രശ്നം സൃഷ്ടിച്ച കടുവയെ ഇന്ന് പിടിച്ചിരിക്കുന്നു. അതിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ സംവിധാനങ്ങൾ ഒരുക്കിയാണ് അതിനെ ഇവിടെ കൊണ്ടുവന്നത്. ഐവിക്ക് ചുറ്റും വണ്ടികളുണ്ട്. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എന്തായിരുന്ന അവസ്ഥ? മാധ്യമങ്ങൾ ലൈവ് റിപ്പോർട്ടുമായി ഇറങ്ങി എല്ലാ സംവിധാനങ്ങളെയും അട്ടിമറിച്ച് ആ ജീവിക്ക് വേണ്ട ചികിത്സ പോലും കിട്ടാതെ അതിൻ്റെ ശവമടക്ക് പോലും നടത്തിയിട്ടുണ്ടാവും. ഇവിടെ ഒരു കുഞ്ഞു ജീവി പോലും അറിയാതെ പണി നടത്തി വേണ്ട കാര്യങ്ങൾ അവൾ കൃത്യമായി ചെയ്തിരിക്കും. ഒരു ജീവിയും കൊല്ലപ്പെടുകയുമില്ല. ഐവിക്ക് തൊട്ടടുത്ത് മയിൽ പേല് നിവർത്തി നിന്ന് ആടുന്നുണ്ട്. കുറച്ച് മാറിയേ നിൽക്കുന്ന തൻ്റെ ഇണയെ ആകർഷിക്കാനുള്ള തത്രപ്പാടിലാണത്. സമയം കഴിയാറായിരിക്കുന്നു. ബോഗി വേഗം തന്നെ വണ്ടിയെടുത്തു. ഈ സമയത്ത് മയിൽ തിരിഞ്ഞ് നമുക്ക് നേരെ വന്നു. വീണ്ടും വണ്ടി നിർത്തി അതിനെ ഇന്ന് ഓടിച്ചു തന്നെ പകർത്തി. വെളിച്ചം നന്നായി മങ്ങി തുടങ്ങിയിരിക്കുന്നു. കാഴ്ചകളിൽ നിന്നും മടങ്ങുകയാണ്. ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ട ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം. സ്നേഹത്തോടെ ജൂബി കരിക്കാടൻ MTI.